ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരുന്നു. സ്തോത്രം. പിന്നെ എന്തുകൊണ്ടാണ് അവരെ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നു, അവർ എഴുതിയ പുസ്തകവും അവരെഴുതിയ അധ്യായങ്ങൾ നിമിത്തമാണ് വലിയതും ചെറുതും ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, യിരെമ്യാ പ്രവാചകൻ കരയുന്ന ഒരു പ്രവാചകനായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഓരോ സമയങ്ങളിലും വ്യത്യസ്തമായ നിലവാരത്തിൽ തൻ്റെ ജീവിത അനുഭവത്തിൻ്റെ അകത്തുകൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തുന്ന സന്ദർശനകാലങ്ങളെ പ്രവചനദൂതായി അരുളപ്പാടുകളായി ദൈവം കൽപ്പിച്ച വചനങ്ങളെയൊക്കെ യിരെമ്യാവിന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. അതിനുശേഷം യിരെമ്യാവ് നമുക്കെല്ലാവർക്കും അറിയാം, യിരെമ്യാവിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരുപാട് കഷ്ടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒരു സൈഡ് മാത്രം ചെരിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ, വലിയ കുഴിക്കകത്ത് കിടക്കേണ്ട അനുഭവങ്ങൾ, അതുപോലെ തന്നെ ആഹാരം കഴിക്കാതെ കിടക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെ തുടങ്ങി ചെളിക്കകത്ത് കിടക്കേണ്ട അനുഭവം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ യിരെമ്യാവിന് ഉണ്ടാകുകയാണ്. ഞാൻ പറയാം, അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ പഠിച്ചു വരുമ്പം കരയുന്ന ഒരു പ്രവാചകനായിട്ട് തന്നെ യിരെമ്യാവിനെ കാണുവാൻ സാധിക്കും. സ്വത്വം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യിരെമ്യാവിനെ പോലെ ദൈവസന്നിധിയിൽ കരഞ്ഞ് നെടുമ്പാട് വീഴുന്ന ചില പ്രവാചകന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി അങ്ങനെ ഒരു വിളി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയോ? ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ മേലൊരു ശുശ്രൂഷകളെ പകരുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നു, യിരെമ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ഞാൻ പറയട്ടെ, ദൈവം അരുളപ്പാടുകളെ അറിയിക്കുന്നവനത്രേ, ദൈവം കൽപ്പനകളെ കൊടുക്കുന്നവനത്രേ, ദൈവം ആലോചനയെ വെളിപ്പെടുത്തുന്നവനത്രേ. സ്തോത്ര. ഒന്ന് ദൈവം അരുളപ്പാടുകൾ മാറും, ദൈവം കൽപ്പനകൾ കൊടുക്കും, ദൈവം തൻ്റെ ആലോചനകളെ വെളിപ്പെടുത്തും. സ്തോത്ര. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, എന്ത് ദൈവം പറഞ്ഞാലും അനുസരിക്കാൻ നാം ബാധ്യസ്ഥനായിരിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അഭിഷേകത്തോടെ കരമുയർത്തി പറഞ്ഞേ, ദൈവം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. അനുസരണ യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേൽസതിനേക്കാൾ അത്യുത്തമമല്ലോ. അപ്പോൾ നാം അനുസരിക്കാൻ തയ്യാറായ ദൈവം നമ്മിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. ഇന്നും രാത്രിയിലും ഞാൻ വിശ്വസിക്കുന്നു, ദൈവശബ്ദത്തെ അനുസരിക്കുന്ന ചിലർക്ക് വേണ്ടി അവൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അപ്പോൾ യിരെമ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്. താൻ ചെറുപ്പത്തിൽ ബാലനായിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ അരുളപ്പാട് തനിക്കുണ്ടാകുന്നത്. സ്തോത്രം. അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. യിരെമ്യാവിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയാം. യിരെമ്യാവിനെ കുറിച്ചുള്ള ഇൻട്രഡക്ഷനൊക്കെ ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിൻ്റെ മകനായ യിരെമ്യാവിൻ്റെ വചനം കണ്ടോ. ഹിൽക്കിയാവ് എന്ന് പറയുന്നവനാണ് യിരെമ്യാവിൻ്റെ അപ്പൻ. അവൻ ബെന്യാമിൻ ദേശത്തായിരുന്നു. അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഒരുവനായിരുന്നു ഹിൽക്കിയാവ്. ഹിൽക്കിയാവിൻ്റെ മകനായിരിക്കുന്ന യിരെമ്യാവ് നല്ല ചെറുപ്പത്തിൽ തന്നെ, ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ട് ഒരു ബന്ധം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവനോട് അരുളപ്പാടുകളെ അറിയിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടിരുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രായം നമുക്ക് വിഷയമല്ല, ബന്ധമാണ് നമുക്ക് വിഷയം. ദൈവവുമായിട്ടൊരു ബന്ധമുള്ളവരായി തീരട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പ്രവചിക്കുന്നു, ഈ രാത്രി കടന്നു വന്ന ചിലർക്ക് ദൈവവുമായിട്ട് അഭേദ്യ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഓൺലൈൻ മീറ്റിംഗിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, സമയങ്ങളൊട്ടും പാഴാക്കാതെ ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾ കയറി വരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഈ കാലഘട്ടങ്ങളിൽ ആരെയും ഉപയോഗിക്കാത്ത പോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ യിരെമ്യാവിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്. അരുളപ്പാടുണ്ടാകുന്ന കാലം സമയം നമുക്കെല്ലാവർക്കും അറിയാം. ബാലനായിരിക്കുന്ന യിരെമ്യാവിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായതെങ്ങനെ? ഞാൻ നിന്നെ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഒന്നാമത്തെ ദൈവശബ്ദം പറയുകയാണ്, അവൻ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുന്നേ
ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം. എന്താ ദൈവം തന്നോട് പറയുന്നത്? നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. അതിൻ്റെ അർത്ഥം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു കുഞ്ഞുദരത്തിൽ പിറക്കണമെങ്കിൽ ദൈവം കനിയണം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം, നാളുകളെ തലമുറകൾ ഇല്ലാതെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചിലർ ഓൺലൈൻ മീറ്റിംഗിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെ നോക്കി ഞാൻ അഭിഷേകത്തോട് പറയാം, ദൈവം അരുളി ചെയ്ത അത് നിവർത്തിച്ചിരിക്കും. ഇന്ന് രാത്രി നീ ചോദിക്കൊരു തലമുറയെ ദൈവത്തോട് ചോദിക്ക്. നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എവിടെ പറയാം? നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം. അപ്പം നീ വരുന്നതിന് മുമ്പ്, നീ ജനിക്കുന്നതിന് മുമ്പ്, നിന്നെക്കുറിച്ച് നിന്റെ മാതാപിതാക്കന്മാർ ചിന്തിക്കുന്നതിന് മുമ്പ് നിന്നെക്കുറിച്ച് ഞാൻ നന്നായിട്ട് അറിഞ്ഞു. നീ ആരായി തീരും, നീ എന്തായി തീരും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, നീ ആരായി തീരും, നീ എന്തായി തീരും. ഇത് ശത്രുവല്ല തീരുമാനിക്കുന്നത്, ഇത് ദൈവമാ തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ആത്മാവ് ശക്തിയോടെ പറയുന്നു, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഒരു കൈനോട്ടക്കാരനല്ല, ഒരു മന്ത്രവാദിയല്ല. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവമത്രേ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഭാവി തകർന്നു പോയ ചിലരെ നോക്കി ആത്മാവ് പറയുന്നു, നിന്റെ ഭാവിയെ പണിയാൻ ദൈവത്തിന് കഴിയുക, നിന്റെ കുടുംബത്തെ പണിയാൻ ദൈവത്തിന് കഴിയുക, നിന്റെ ജോലിയെ പണിയാൻ ദൈവത്തിന് കഴിയുക, നിന്റെ ശുശ്രൂഷകളെ പണിയാൻ ദൈവത്തിന് കഴിയുക. ഇന്ന് രാത്രി വിശ്വസിച്ച കരമൻ ചേർത്തടിച്ച് ആത്മാവി ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നെങ്കിൽ ആത്മാവ് ശക്തിയോടെ പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. സഭ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ചിന്തിക്കാം. അപ്പോൾ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം. ദൈവമേ ഇര്യമ്യാവിനോട് ഇങ്ങനെ ഒരു വാക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ? നമുക്ക് ചിന്തിക്കാമല്ലോ. ദൈവം ഇര്യമ്യാവിനോട് പറയാ, ഒരാളോട് വന്നിട്ട് പറയുക. സ്തോത്രം. ആദ്യമേ കാണുന്ന ഒരാളോട് ദൈവം എന്താണ് പറയുന്നത്? സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ഇങ്ങനെ പറയാം, നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഹലോ, നമ്മൾ രണ്ടുപേര് പറയുമ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ എൻ്റെ അടുക്കൽ വന്നിട്ട് അഖിൽ പാസ്റ്റർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കാറുണ്ട്, അതെ അഖിൽ പാസ്റ്റർ തന്നെ. എങ്ങനെ മനസ്സിലായി? ഹല്ലേലൂയ. എവിടെ വെച്ചാൽ പരിചയം? സ്തോത്രം. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും, ഇന്ന സ്ഥലത്ത് പാസ്റ്റർ പണ്ട് വന്ന് ഞങ്ങളോട് ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന സ്ഥലത്ത് ഞങ്ങൾ മീറ്റിങ്ങിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാ. അങ്ങനെയൊക്കെ പരിചയപ്പെടുന്ന ഒരു സാഹചര്യവും സാധ്യതകളും ഒക്കെ നമ്മൾ പറയും. സ്തോത്രം. പക്ഷേ ദൈവം പറയുന്ന ഒറ്റ കാര്യമുണ്ട്, നിന്നെ പരിചയപ്പെട്ടത് ഇപ്പോഴല്ല, നീ ജനിക്കുന്നതിന് മുമ്പാ. ഓഹോ ഹോ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൻ്റെ അകത്ത് ഇവിടെ വന്നിരിക്കുന്ന ചിലരെ എനിക്കറിയത്തുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ അറിയുന്നത് ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൻ്റെ അകത്ത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളെ പരിചയപ്പെട്ട, നിങ്ങളെ അറിഞ്ഞൊരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടുകയാണ്. അവൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. സ്വതന്ത്രം പറഞ്ഞേ. ഉരുവാക്കിയതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവം പറയുക, ഇരിയമ്യാവേ ഞാൻ നിന്നെ അറിഞ്ഞു. സ്തോത്രം. ഈ അറിയാനുള്ള കാര്യം എന്താണെന്നറിയോ? സ്തോത്രം. അറിഞ്ഞിരിക്കേണ്ടവനെ കുറിച്ചാണ് അറിയേണ്ടത്. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് അവൻ്റെ മാതാപിതാക്കൾക്ക് നല്ല അറിവുള്ളത് കൊണ്ട് അവൻ ജനിച്ചപ്പോൾ അവന് ദൈവത്തെക്കുറിച്ചൊരു അറിവുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, തലമുറകൾ രക്ഷിക്കപ്പെടുവാനും വിശ്വാസത്തിൽ വരുവാനും പെടാപ്പാട് കരയുന്ന ചിലരുണ്ട്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചിറങ്ങി തിരിച്ചെങ്കിൽ നിന്റെ തലമുറകളും ദൈവത്തെ വിശ്വസിച്ചിരിക്കുക, നിന്റെ തലമുറയും ദൈവത്തിന് വേണ്ടി നിന്നിരിക്കുക, നിന്റെ തലമുറകളും ശക്തമായ ശുശ്രൂഷകൾ ചെയ്തിരിക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ അഭിഷേകത്തോടെ ഈ ദൂത് ഏറ്റെടുക്കുന്നെങ്കിൽ ആത്മാവ് ശക്തിയോടെ പറയുന്നു, 2024 നിന്റെ തലമുറയുടെ വിശ്വാസ ജീവിതത്തിന്റെ പടികൾ നീ കാണാൻ പോകുക.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിനെ ആരാധിക്കുന്നത് നിങ്ങൾ കാണാൻ പോകുക. ഒരാമേൻ പറഞ്ഞേ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു ചില കുടുംബങ്ങൾക്കകത്തൊക്കെ വലിയ ഡെലിവറൻസുകൾ നടക്കും. സ്തോത്രം. നാം ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. സ്തോത്രം. ഞാൻ പറയാം, ആരുമില്ലേലും ദൈവവചനമാണ് ഘോഷിക്കുന്നത്. ആര് കേട്ടാലും കേട്ടില്ലെങ്കിലും ആമേൻ ദൈവവചനം വെറുതെ പോകത്തില്ല, അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, വിശ്വസിക്കുന്ന വിടുതൽ നടക്കണമോ വചനത്തെ ഏറ്റെടുക്കൂ, വചനത്തെ വിശ്വസിക്ക്, വചനത്തിന് വേണ്ടി ആമേൻ പറ, വചനത്തിന് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുക, വചനം കേൾക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ സംഭവിക്കുക. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയും വലിയ വിടുതലുകൾ നടക്കും. സ്തോത്രം. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ബിസി ആയിട്ടിരിക്കുക. സ്തോത്രം. ഉറക്കം വളരെ കുറവുള്ള സമയങ്ങളാണ്. കാര്യം രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലത്തെ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉറങ്ങാതിരുന്നാണ് മീറ്റിംഗ് പങ്കെടുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ചെല്ലും 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വീട്ടിൽ ചെല്ലുന്നത്. പക്ഷേ വീട്ടിലിരുന്ന് പിന്നെ പ്രാർത്ഥിക്കുകയും മറ്റ് മെസ്സേജുകൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഉറക്കം പോകുമോ? പിന്നെ ഉറങ്ങത്തില്ല. പിന്നെ രാവിലെ അലാറം അടിക്കുന്ന സമയം 4 മണി സമയത്ത് അലാറം അടിക്കുകയോ, ഈ സമയത്ത് എഴുന്നേറ്റിരുന്ന് അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയത്തില്ല, ആ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. എന്താ കാര്യം? ദൈവം ഉപയോഗിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയോ, ദൈവം അവനെ ഉപയോഗിച്ചിരിക്കും. ഇന്ന് രാത്രി ദൈവസന്നിധി നെടുമ്പാട് വീണ് കരയുന്ന, ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ സന്നിധി കരയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞാൻ അഭിഷേകത്തോടെ പറയാ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വലങ്കരം ചലിക്കാൻ പോകുക, നിനക്ക് വേണ്ടി അവന്റെ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക, നിനക്ക് വേണ്ടി തന്റെ ദൂതന്മാരെ അയക്കാൻ പോകുക, നിനക്ക് വേണ്ടി അവന്റെ മാളിക മുറിക്കകത്ത് അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അടയാളം നടക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിന്നെ അറിഞ്ഞു. അടുത്ത വാക്ക് പറയുന്നു, നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നതിനു മുമ്പ്. ഹല്ലേലൂയ. ആണോ? മുമ്പ് ആമേൻ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന് ഇരമ്യാവേ നിന്നെ വിശുദ്ധീകരിക്കാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും വേണ്ട. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല നീ വിശുദ്ധീകരിക്കപ്പെടുന്നത്, നീ സ്തോത്രം പറഞ്ഞത് കൊണ്ടല്ല വിശുദ്ധീകരിക്കപ്പെടുന്നത്, മറിച്ച് നിന്റെ അമ്മയുടെ ഉദരത്തിൻ്റെ അകത്ത് വെച്ച് തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, നീ ഒരു ഹോളിനെസ്സിലേക്ക് കയറാൻ പോകുകയല്ല, നീ ജനിച്ചതേ ഹോളിയായിട്ടാ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, പാപഭാരം ചുമന്നുകൊണ്ട് അവൻ നീതിയില്ലാതെ അവൻ മടുത്തു നിൽക്കുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്, നീ ജനിച്ചത് തന്നെ വിശുദ്ധിയുടെ ആത്മാവിലാണ്, നിന്നെ ജനിപ്പിച്ചത് തന്നെ വിശുദ്ധി കൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, അതിന് പ്രത്യേകിച്ചൊരു സ്ഥലമോ സാഹചര്യങ്ങളോ പ്രാർത്ഥനയോ ആവശ്യമില്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ പുറത്തു വരുന്നതിന് മുമ്പ് ദൈവം നിന്നെ വിശുദ്ധീകരിച്ചു. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, ഒരു മനുഷ്യനും കയറി ചെല്ലാൻ കഴിയാത്ത അമ്മയുടെ ഉദരത്തിന്റെ അകത്ത് വിട്ട് ദൈവം വിശുദ്ധിയെ അയച്ച് വിശുദ്ധീകരിച്ചെന്ന് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, മനുഷ്യന് ചെല്ലാൻ കഴിയാത്തടത്ത് ചെന്ന് പ്രവർത്തികളെ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആ കാര്യം ചേർത്തടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ദൈവത്തിന് നന്ദി പറ. ഈ രാത്രി ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത നിലയിലേക്ക് അവൻ കയറി ചെന്ന് ഒരു വിശുദ്ധിയുടെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഒരു ആൻറ്റി എന്നെ വിളിച്ചു, പ്രാർത്ഥിക്കണം പാസ്റ്ററേ, ഭർത്താവ് വിശ്വാസത്തിലല്ല, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ബഹളമാണ്, അസ്വസ്ഥമാക്കുകയാണ്, അവർ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ മാത്രം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ലേ, അത് പ്രത്യേക ഒരു വിശാല. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ആരെങ്കിലും ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, സഹോദരിമാരാകട്ടെ എന്തെങ്കിലും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല,
അത് മറ്റേ പുള്ളിയാ. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ നീ ആത്മാവിൽ ശാസിച്ചാൽ മതി, ചില വിടുതലുകൾ നടക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ ആത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആരാധനയ്ക്ക് പോകാനും ഒന്നും അനുവാദമില്ലാത്ത ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ചില വിടുതലുകൾ നിനക്ക് വേണ്ടി അയക്കുക. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സന്ദർശന കാലം വെളിപ്പെടുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി അവൻ്റെ ഭുജവീര്യം കൊണ്ട് അവൻ വീര്യം പ്രവർത്തിക്കുക. ഒന്ന് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ്, സഭയൊന്ന് ആമേൻ പറഞ്ഞ്, ആമേ ഇന്ന് രാത്രി അത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. നീ അമ്മയുടെ ഉദരത്തിൽ നിന്നും, ആമേൻ, നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നതിന് മുമ്പേ കണ്ടോ നിന്നെ വിശുദ്ധീകരിച്ചു. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് വിശുദ്ധീകരിച്ചത്? ജാതികൾക്ക് വേണ്ടി ആമേൻ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. കണ്ടോ, ഒരു നിയമനം ലഭിക്കണമെങ്കിൽ ഒരു വിശുദ്ധീകരണം നടക്കണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം നടക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പാപിയായിരിക്കുന്ന മനുഷ്യൻ ദൈവസന്നിധി വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ പാപമൊന്നും ചെയ്യാത്ത നീതിമാനായിരിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പാപിയെ പോലെ ഞാൻ അല്ലാത്തത് കൊണ്ട് കർത്താവെ നിന്നെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് അഹങ്കാര വാക്കുകൾ പറയുമ്പോൾ, പക്ഷേ പാപബോധത്തോടെ കുറ്റബോധത്തോടെ ദൈവസന്നിധി വന്നിട്ട് ഒരു മനുഷ്യൻ പറയുക, സ്വർഗത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ താൻ തല കുനിച്ചു നിന്നുകൊണ്ട് പറയുക, പാപിയായ എന്നോട് ക്ഷമിക്കണമേ. യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൽ ആരും നീതി ലഭിച്ചു മടങ്ങി. സ്തോത്രം. എന്താ കാര്യം? സ്തോത്രം. പാപം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. എന്നാൽ പാപിയാണെന്നുള്ള ബോധ്യം എപ്പം അകത്തുണ്ടോ അത് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ്ടും ഏറ്റുപറയാൻ അവൻ തയ്യാറായപ്പോൾ അവൻ വിശുദ്ധീകരണം പ്രാപിച്ച് സ്വസ്ഥനായി മടങ്ങി. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, ഏതൊക്കെയോ പാപ സ്വഭാവങ്ങളെ വിട്ടുകളാ, ആ കോപത്തിന്റെ പാപ സ്വഭാവങ്ങളെ വിട്ടുകളാ, ആ മറ്റുള്ളവർക്കെതിരെ പരദൂഷണം പറയുന്ന പാപ സ്വഭാവങ്ങളെ വിട്ടുകളാ, യേശുവിനെ പരത്തുന്ന പാപ സ്വഭാവങ്ങളെ വിട്ടുകളാ, മറ്റുള്ളവന്റെ സ്ഥലങ്ങളോ പണങ്ങളോ മറ്റുള്ളവന്റെ സ്വസ്ഥതയോ അപഹരിക്കുന്ന ആ പാപ സ്വഭാവങ്ങൾ വിട്ടുകളാ. മറ്റുള്ളവരെ കുറിച്ച് എന്ത് നടക്കും, എന്ത് അവന്റെ വീടിന്റെ അകത്ത് നടക്കുമെന്ന് ചിന്തിച്ച് അയൽവക്കത്തെ വീട്ടിലേക്ക് നോക്കാതെ നീ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധി നീതിയോടെ മടങ്ങാൻ ഇന്ന് രാത്രി തയ്യാറാകുക. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞേ. സ്തോത്രം. ഞാൻ അഭിഷേകത്തോടെ പറയാം, ആമേൻ. ദൈവം നമ്മെ വിശുദ്ധീകരിക്കും. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് ദൈവം വിശുദ്ധീകരിച്ചത്? ഒരു നിയമനത്തിനു വേണ്ടിയാണ് ദൈവം വിശുദ്ധീകരിച്ചത്. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചിലവിടത്തൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം, കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, പാമ്പാടിയിൽ ദൈവം ചിലതിൻ്റെ മേലാക്കി വെച്ചിരിക്കുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയുന്നു. ഹല്ലേലൂയ. ഈ ദേശത്തിൻ്റെ മേലൊരു വിശുദ്ധിയുടെ ആത്മാവിനെ ദൈവം വെളിപ്പെടുത്തു. പാപ സ്വഭാവങ്ങളിൽ നിന്നും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ വിശുദ്ധിയുടെ ആത്മാവ് കൊണ്ട് പിടിക്കാൻ ഇന്ന് രാത്രി ദൈവം ജാതികളുടെ പ്രവാചകനായി നിന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രവാചകനും പ്രവാചകയുമായി നിന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞേറ്റെടുക്കുക. ഇന്ന് രാത്രി ദൈവം ചിലരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ജാതികളുടെ നടുവിൽ ഒരു പ്രവചന അഭിഷേകത്തോടെ ദൈവം നിന്നെ നിറയ്ക്കാൻ പോകുക, നിർത്താൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ ആ നിയമനം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ജാതികളുടെ പ്രവാചകനായിട്ട് ഇരമ്യാവിന് നിയമനം ലഭിക്കുമ്പോൾ ഇരമ്യാവ് പറയുന്ന ഒരു മറുപടി കണ്ട്. സ്തോത്രം. മറിയ പറഞ്ഞതുപോലെയുള്ള മറുപടിയല്ല. അടിയൻ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ ഹിതം പോലെ ഭവിക്കട്ടെ എന്നല്ല ഇരമ്യാവ് പറഞ്ഞത്. താൻ പറഞ്ഞത് തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ ദേഹത്തേക്ക്, തൻ്റെ മനസ്സിലേക്ക് താൻ ചിന്തിച്ചിട്ട് പറയാ, ഞാൻ ബാലനാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇങ്ങനെയാ പറയുന്നത്, ഞാൻ ബാലനാണ്. ഓ സ്തോത്രം. ഈ ശുശ്രൂഷ ദൈവം കൊണ്ടുവന്ന് ഇരമ്യാവിന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ
ഇരമ്യാവ് പറയാ, കർത്താവേ ഇത് ചുമക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. കാര്യം ഇതൊരു വലിയ ശുശ്രൂഷയാണ്, വലിയ ഭാരമുള്ള ഒരു ശുശ്രൂഷയാണ്. പക്ഷേ ഈ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പ്രാപ്തിയില്ല. ഓത്രം പറഞ്ഞേ, ഹല്ലേലൂയ, പ്രാപ്തിയില്ല. അതുകൊണ്ടാണ് ഇരമ്യാവ് പറഞ്ഞത് ഞാൻ ബാലനാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ തൻ്റെ അവസ്ഥയും തൻ്റെ രീതികളുമൊക്കെ തനിക്കറിയാവുന്നതുകൊണ്ട് താൻ പറയാ, കർത്താവേ ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ യോഗ്യനല്ല. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ പറയാം, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ലഭിച്ച കൃപയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ഒരു യോഗ്യതയും പറയാനില്ല. ഇന്ന് രാത്രി പ്രശംസിപ്പാനോ പുകഴാനോ ഒന്നുമില്ല. കൃപയാ നാം ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, നീ ബാലൻ എന്ന് പറയരുത്. നിന്റെ പോരായ്മയെ ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല, മറിച്ച് ദൈവം അറിയുന്നു. സ്തോത്രം. അപ്പോൾ ഇരമ്യാവ് പറയാൻ ഞാൻ ബാലനാകുന്നു. ആണോ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ബാലനെന്ന് പറയരുത്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇരമ്യാവിനോട് ബാലനെന്ന് ദൈവം പറയരുതെന്ന് പറഞ്ഞത്? സ്തോത്രം. നീ ബാലനാണ്, സമ്മതിച്ചു. നീ വളർന്നിട്ടില്ല, അതും സമ്മതിച്ചു. പക്ഷെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഞാനൊരു ദൂത് പറയാം. ദൈവം തിരഞ്ഞെടുത്ത നിന്റെ പോരായ്മകളെ പരിഹരിക്കാൻ അവന് കഴിയോ? ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, പ്രായം നോക്കാതെ, കഴിവ് നോക്കാതെ, പണബലം നോക്കാതെ, മുല കുടിക്കുന്നവരെ ശിശുക്കളുടെ വായിൽ ഞാൻ അധികാരം നിയമിക്കുമെന്ന് വചനം പറയുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് വചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കൂ, നിന്റെ തലമുറ അടുത്ത കാലഘട്ടത്തിന്റെ പ്രവാചകനായി തീരാൻ പോകുക. നിന്റെ തലമുറകളിൽ ഒന്ന് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവചന ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകനായി ലോകരാജ്യത്തിൽ അറിയപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ ദൂതിനെ സ്വീകരിക്കുക? ഇന്ന് രാത്രി വിട്ടുകളയല്ലേ. ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ മേൽ ഒരു രാജകീയ വിളിയുണ്ട്, ഒരു പ്രവാചക വിളിയുണ്ട്. അതിനെ ദൈവം തുറക്കുകയോ. ഹല്ലേലൂയ. രാമേ പറയേ, ഇന്ന് രാത്രി ചില ശുശ്രൂഷകളെ ദൈവാത്മാവ് തുറക്കുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 2024 ചിലരൊക്കെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകളെയൊക്കെ ശുശ്രൂഷിക്കുന്ന നിലവാരത്തിൽ ദൈവം അതിനെ വെളിപ്പെടുത്തും. സ്തോത്രം പറഞ്ഞേ. ഞാൻ അഭിഷേകത്തോടെ പറയാം, എൻ്റെ കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. അമ്മ പഠിപ്പിക്കുന്നുണ്ട്, അത് മാനുഷികമായിട്ടുള്ള കാര്യം. പക്ഷേ ശുശ്രൂഷകൾക്കകത്ത് അവരെ ദൈവം പഠിപ്പിച്ചോളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇപ്പം തന്നെ എൻ്റെ മൂത്ത കുഞ്ഞ് പാട്ട് പാടാനൊക്കെ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്ക് കൈമാറാം. രാജ്യങ്ങളെ തൊടുന്ന അഭിഷേകത്തോടെ തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഞാൻ ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറയാം, നിന്റെ തലമുറകളുടെ മേൽ അങ്ങനെ ഒരു വിളിയുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ ഈ ദൂതിനാമേ പറഞ്ഞു. ഒരു കാലം കഴിയുമ്പോൾ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ചില നാളുകൾ കഴിയുമ്പോൾ അഹരോന്റെ വടി തളുത്തതുപോലെ ഒരു തളുപ്പ് നിന്റെ തലമുറയുടെ മേൽ ദൈവാത്മാവ് കൈമാറാൻ പോകുകയാണല്ലോ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അഭിഷേകത്തോടെ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. അടുത്ത കാര്യം പറയുന്നു. സ്തോത്രം. നീ ബാലനെന്ന് പറയരുത്. കാര്യം ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ ബാലനാന്ന് അറിയാവുന്നത് കൊണ്ടാണ് വിളിച്ചത്. സ്തോത്രം പറഞ്ഞേ. ഈ പ്രവചന അഭിഷേകത്തിനുള്ള വിളി ചെറുപ്പത്തിൽ അവൻ്റെ മേൽ വീണു. സ്വത്രം എന്ന് പറയും, ജനിക്കുന്നതിന് മുമ്പ് വീണു. സ്വത്രം പറയും. ഞാൻ പറയാം, നമ്മളൊക്കെ ഈ ലോകത്തിൽ ജനിച്ചത് തന്നെ ദൈവത്തിൻ്റെ പർപ്പസ് കൊണ്ടാണ്. സ്തോത്രം. ഈ രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം, ആ പർപ്പസിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്ന രാത്രിയാണ്. സ്തോത്രം. അടുത്ത വാക്ക് പറയുകയാണ്, നീ ബാലനെന്ന് പറയല്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. സ്തോത്രം പറഞ്ഞേ. അപ്പം ബാലനാണെങ്കിൽ
പല സ്ഥലങ്ങളിലും നിനക്ക് കയറി ചെല്ലാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പോൾ ദൈവം പറയാ, ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സംസാരിക്കുകയും ഞാൻ പറയുന്ന സ്ഥലത്ത് പോകുകയും ചെയ്യണം. കാര്യം നീ ബാലനാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത്, നിന്നെ ഞാൻ അയക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പ്രവചിക്കുന്നു, ചില തലമുറകളെ അയക്കാൻ പോകുക, ചില കുടുംബങ്ങളെ അയക്കാൻ പോകുക, കുടുംബമായിട്ട് മിനിസ്ട്രിക്ക് വേണ്ടി അയക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, പെൻഷൻ പറ്റി ഒതുങ്ങിക്കൂടാനുള്ള സമയമല്ല ഇത്. ആത്മാവിൽ പോരാടാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടാൻ കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് കയറാം. ഇന്ന് രാത്രി ഒരു അഭിഷേകം ദൈവാത്മാവ് കൈമാറുകയാ. രാമേ പറഞ്ഞ് സ്തോത്രം. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിച്ച് ആമേ മീറ്റിംഗ് അവസാനിപ്പിക്കുക. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറയാമല്ലോ, ഹല്ലേലൂയ. കേട്ടോ, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ, കേട്ടോ, കർത്താവ് അയക്കുന്നിടത്തൊക്കെയും പോകണം. പറഞ്ഞേ സ്തോത്രം. കർത്താവ് അയക്കുന്ന ഏത് കാട്ടിലാണേലും പോകണം. സ്തോത്രം. അല്ലെങ്കിൽ കർത്താവ് അയക്കുന്നത് ഏത് അമേരിക്കയിലാണേലും പോകണം. സ്തോത്രം പറഞ്ഞേ. കർത്താവ് അയച്ചാൽ പോകുക, കർത്താവ് അയച്ചില്ലേ പോകരുത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം, കർത്താവ് ചിലരെ അയക്കാൻ പോകുക. കർത്താവ് നിങ്ങളുടെ തലമുറകളെ അയക്കാൻ പോകുക. നിങ്ങളുടെ കുടുംബത്തിൽ നിന്റെ ഭർത്താവിനെ അയക്കാൻ പോകുക, നിന്റെ ഭാര്യയെ അയക്കാൻ പോകുക, നിന്റെ കുഞ്ഞുങ്ങളെ അയക്കാൻ പോകുക, നിന്റെ സഹോദരന്മാരെ അയക്കാൻ പോകുക, നിന്റെ വീട്ടിൽ ചിലരെ ദൈവാത്മാവ് അയക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ആത്മാവി പ്രാർത്ഥിച്ചോ, ദൈവം ചിലരെ അയക്കുക. അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകണം. സ്വതന്ത്രം പറഞ്ഞേ. രണ്ട്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. സ്വത്രം. സംസാരിക്കണം. ഒന്ന് പറഞ്ഞേ, സംസാരിക്കണം. സ്വത്രം. ദൈവം പറയുന്നതൊന്നും മറച്ചു വെക്കാതെ പറയണം. സ്വത്രം പറഞ്ഞേ. ഇന്നലെ ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. സ്വത്രം. അവരെന്നോട് പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ദൂത് പറഞ്ഞ് ഞാൻ അവരുടെ ഒരു മോനുണ്ടായിരുന്നു. മോനോട് പറഞ്ഞു, സ്തോത്രം, നീ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവനോട് ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അമ്മ പറയാം, കറക്റ്റാ വാസയെന്ന് പറഞ്ഞ് അവനെ നോക്കി ഒരു ചിരി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ചിലത് ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല. സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ, പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം പറയേ. ആളല്ലേ കള്ളത്തരം കാണിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ലെന്നാണ് വിചാരം. സ്വത്രം. നമ്മൾ നന്നായിട്ട് അറിയും. പിന്നെ നമ്മുടെ ഒരു മനസാക്ഷി നിമിത്തം അവരിന്ന് ചമ്മണ്ടല്ലോ എന്ന് ഓർത്താ പറയാതെ. സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ, ആമേൻ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം സംസാരിക്കുന്നത് മറച്ചു വെക്കാതെ സംസാരിക്കണം. സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോട് പറയാം, ദൈവം പറയുന്നവരുടെ മേലൊരു ഭയങ്കര അഭിഷേകം ദൈവാത്മാവ് വെളിപ്പെടുത്തും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, കഴുതയെ അന്വേഷിച്ച് നടന്നത് മതി, കഴുതയെ കിട്ടി. സ്തോത്രം. ഞാനൊരു ദൂത് നിങ്ങൾക്ക് കൈമാറാം. സ്തോത്രം. കഴുതയെ അന്വേഷിച്ചത് വിട്ടു, ഇനി നിന്നെ അന്വേഷിച്ച് അപ്പൻ വിഷമിക്കുമെന്നുള്ളൊരു ചിന്ത ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാധനത്തെ വിടണം, എന്നിട്ട് ദൈവത്തെ ഒന്ന് പിടിക്കണം. അഭിഷേകത്തോടെ പിടിച്ചു, ദൈവം ചില മറുപടികൾ ചെയ്യുക. സ്തോത്രം. ഈ ദിവസങ്ങളിൽ സ്വസ്ഥമാകണമെങ്കിൽ അത് വിട്ടേക്കാൻ ദൈവം ആ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. 2024 തീരുന്നതിനുള്ളിൽ അത് ക്രമീകരിച്ചു തരുമെന്ന് ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു. നിന്ദകളെ ഉരുട്ടിക്കളയുന്ന, മാന്യതകളെ വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തെ ദൈവാത്മാവ് തുറക്കാൻ പോകുക. അതിനു മുമ്പ് ദൈവം ചില പണികളെ വീട്ടിൽ നടത്തും, ചില ക്രമീകരണങ്ങളെ വീട്ടിൽ നടത്തും. ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നത് പോലത്തെ ചില അത്ഭുതങ്ങൾ വീടിൻ്റെ അകത്ത് വെളിപ്പെടും. രാമൻ പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത കാര്യം ഇങ്ങനെ പറയുന്നു. സ്തോത്രം. ഞാൻ സംസാരിക്കാൻ പറയുന്ന കൽപ്പിക്കുന്നതൊക്കെയും നീ സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ സ്വന്തം കയ്യിൽ നിന്നൊന്നും ഇട്ട് പറയണ്ട. സ്വത്രം പറഞ്ഞേ. കയ്യിൽ നിന്നൊന്നും ഇട്ട് പറയണ്ട, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സ്വത്രം. കയ്യിൽ നിന്നിട്ട് പറയുമ്പോഴാണ് അത് ഗുമ്മില്ലാതെ പോകുന്നത്, അല്ലേ? സ്വത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം, ഇന്ന് വരെ കയ്യിൽ നിന്ന് ഒരു പ്രവചനം വിട്ട് പറയേണ്ട ഗതികേട് എനിക്കുണ്ടായിട്ടില്ല. എന്തെങ്കിലും ദൈവം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് ദൈവം ചെയ്തിട്ടുമുണ്ട്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം, അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ ശിഷ്യന്മാരുടെ നാവിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി കൈമാറുക. വിശ്വസിക്കുന്ന ചിലരുടെ മേൽ ഒരഭിഷേകം ചലിക്കട്ടെ.
നീ സംസാരിക്കണം. കൽപ്പിക്കുന്നിടത്ത് നീ സംസാരിക്കണം. അടുത്ത കാര്യം പറയുക, നീ അവരെ ഭയപ്പെടരുത്. സ്തോത്രം പറഞ്ഞേ. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചിലരുടെ വലിപ്പവും പൊക്കവും കണ്ടിട്ട് നീ ഭയപ്പെട്ടു പോകലും. നീ സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എൻ്റെ വചനം നീ വിഴുങ്ങിക്കളയരുത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പണം കാണുമ്പം അല്ലെങ്കിൽ ബന്ധം കാണുമ്പോൾ ഈ സംസാരം വിഴുങ്ങേണ്ട ആവശ്യമില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയാ, നിങ്ങൾ നീതിയോടെ നിന്നോ, ദൈവം നിങ്ങളെ മാനിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇവരും ഉയർന്നു, ഇവരും നന്മ അനുഭവിച്ചെന്ന് പറഞ്ഞ് അവരുടെ പട്ടിക എടുക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചോ, ദൈവം ഉയർത്താൻ പോകുക. സ്തോത്രം. 2024 ചില കുടുംബങ്ങളെ ദൈവം കരം പിടിച്ചുയർത്താൻ പോകുക. താണുപോയ വെള്ളത്തിൻ്റെ അകത്തു നിന്ന് ദൈവം പത്രോസിനെ വലിച്ചു കയറ്റിയതുപോലെ ആത്മാവ് ശക്തിയോടെ പറയുന്നു, ചിലരെ കൊണ്ടുവന്ന് ഉറപ്പുള്ള പാറമേ നിർത്താൻ പോകുന്നു എന്ന് ആത്മാവ് പ്രവചിക്കുന്നു. നീ താണു പോകത്തില്ല, നീ വീണു പോകത്തില്ല. കാര്യം നീ ഇറങ്ങിയത് അവൻ്റെ വാക്ക് കേട്ട, നീ നടന്നത് അവൻ്റെ വാക്ക് കേട്ട, നീ അടുത്തേക്ക് ചെല്ലുന്നത് അവനെ നോക്കിയ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, അവൻ വിളിച്ചിട്ടിറങ്ങിയെങ്കിൽ നീ താണു പോകത്തില്ല. പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയും, പിന്നെ ഇപ്പൊ താന്നതോ? ഹല്ലേലൂയ. എടാ, അത് നീ താണാലും ഞാൻ പൊക്കിക്കൊണ്ട് വരുമെന്ന് കാണിക്കാൻ വേണ്ടി മുക്കിയതാ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഈ ഒരു ദൈവദാസന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം വിടുവിക്കും. അപകടം ഉണ്ടാക്കിയിട്ടും അതിൻ്റെ അകത്തുനിന്നും രക്ഷപ്പെടുത്തി വിടുവിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ തനിക്കൊരു അപകടം ഉണ്ടായി, തനിക്കൊരു പോറൽ പോലും പറ്റിയില്ല. സ്തോത്രം. അദ്ദേഹം പറയാണ്, അപകടമില്ലാതെയും ദൈവം വിടുവിക്കും, അപകടം ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്തുനിന്ന് സേഫായിട്ട് പുറത്തു വരും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പണ്ട് കൊട്ടാരക്കരയിൽ മീറ്റിംഗ് കഴിഞ്ഞ്, തിരുവനന്തപുരത്ത് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ കടന്നു വരുന്ന സമയത്ത് രാത്രിയിലാണ്. ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, മൈലത്തിനടുത്ത് വെച്ച് ഞാൻ ഓടിച്ചിരിക്കുന്ന വണ്ടി എതിരെ വന്നിരിക്കുന്ന ഒരു സ്കോർപിയോ വാഹനം കൂട്ടിയിടിച്ചു. എൻ്റെ മുമ്പിൽ ഒരു വണ്ടി പെട്ടെന്ന് ഓവർടേക്ക് കയറിപ്പോയതാ. ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇടിച്ചു. ഈ വണ്ടി എൻ്റെ വണ്ടിക്കിട്ട് വന്നിടിച്ചു. സ്തോത്രം. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റേ കാറിൽ 3 പേര് തൽക്ഷണം വണ്ടി ഇടിച്ചു മരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഏകദേശം 5 പേര് ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. 5 പേര് 3 പേര് സ്പോട്ടിൽ മരിച്ചു. സ്തോത്രം. ഞാൻ ഒറ്റ കാര്യം പറയാം, എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി, രക്തം കണ്ടു. സ്തോത്രം. വലിയ ഭാരത്തോടെ ഞാൻ തിരിച്ചു വണ്ടി ഓടിക്കാൻ കഴിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാതുകളിൽ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇങ്ങനെയാണ്. സ്തോത്രം. നിന്റെ വലതുവശത്ത് 1000 പേര്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ഇന്നും രാത്രി കാലങ്ങളിൽ അകൽപ്പാസ് വാഹനങ്ങൾ ഓടിച്ചു പോകുന്നു. അന്നുകൊണ്ട് എൻ്റെ വാഹനം ഓടിയിരുന്നേനെ, ഭയപ്പെട്ടു പോയേനെ, വിറച്ചു പോയേനെ. ഞാൻ ഇന്ന് രാത്രി പറയാം, ഇന്നും രാത്രി കാലങ്ങളിൽ ഞാൻ സഞ്ചരിക്കുന്നു. ഒരു രാത്രിയുടെ യാമത്തിലും അപകടമുണ്ടാക്കി തകർക്കാൻ ഒരു പിശാചിനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ ചിലതൊക്കെ അടുത്തു വരും, പക്ഷെ നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ കൂടെ കൂടെ ഉണ്ടാകുന്ന അപകടങ്ങളെ, ആക്സിഡന്റുകള് ഞാൻ ആത്മാവി വെട്ടുന്നു. ഈ ദേശത്തുനിന്ന് അത് മാറട്ടെ. അപകടങ്ങൾക്കകത്ത് മരണം സംഭവിക്കുന്ന അനുഭവങ്ങളെ ഞാൻ വെട്ടുന്നു യേശുവിന്റെ നാമത്തിൽ. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് വാഹനങ്ങൾ ഓടിക്കുക, മറിഞ്ഞു വീഴുക, തെന്നി വീഴുക, കാലുകൾ ഒടുകിയ, കൈകൾ ഒടുകിയ, അവയവങ്ങൾക്ക് അംഗഛേദം വരുത്തുക, അവയവങ്ങളെ മുറിച്ചു മാറ്റുക, തലയ്ക്കകത്ത് ഓപ്പറേഷനുകൾ ചെയ്യുക എന്നീ തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന വല്ലാത്ത അപകടത്തിന്റെ സ്പിരിറ്റിനെ ഇന്ന് രാത്രി ആത്മാവ് വെട്ടുകയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഞാനിത് പറയുമ്പോൾ ചില അപകടത്തിന്റെ സ്പിരിറ്റുകൾ ചില കുടുംബം വിട്ട് അഴിയുക. നിന്റെ തലമുറയുടെ ബൈക്ക് സാധാരണ രീതിയിൽ ഓടിക്കുക, ഒരു അപകടങ്ങളും ചെന്ന് വരുത്തത്തില്ല. നിന്റെ തലമുറയുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം ദൈവാത്മാവ് കൈമാറുക. അവൻ എവിടെ പോയാലും ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങി പ്രൊട്ടക്ട് ചെയ്യുക. നിന്റെ ഭർത്താവ് എങ്ങും പോയാലോ വഴിയിൽ പെട്ടുപോകത്തില്ല. ഞാൻ അഭിഷേകത്തോടെ പറയാ, ഇന്ന് രാത്രി
ചില കുടുംബത്തിൻ്റെ അകത്തുനിന്ന് മരണത്തിൻ്റെ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറുക, ചില മരണപാശങ്ങൾ അഴിഞ്ഞു മാറുക. നിന്നെ അപകടപ്പെടുത്തി അപായപ്പെടുത്തി കൊന്നുമുടിക്കാൻ വ്യാപരിച്ചു നിൽക്കുന്ന ദേശത്തിൻ്റെ പതിയിരിപ്പുകളെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി വെട്ടിമാറ്റുകയാണ്. തൊടുന്നു 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 തൊടുന്നു. ആ കരമൊന്ന് ചേർത്തടിച്ചു ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ. ഞാനിത് പറയുമ്പോൾ അപകടത്തിൻ്റെ സ്പിരിറ്റുകൾ മാറുകയാണ്. പാമ്പാടിക്കകത്ത് 8 മൈലിൻ്റെ അകത്ത് അപകടത്തെ വിളിച്ചു വരുത്തുന്ന വല്ലാത്ത ബന്ധനങ്ങളെ ആത്മാവ് വെട്ടുകയാണല്ലോ. ഇന്ന് രാത്രി ഒരു ശക്തി വ്യാപരിക്കട്ടെ, ദൈവ മഹത്വം ചലിക്കട്ടെ. ഇനി ഈ വർഷം ഇനിയുള്ള നാളുകളിൽ ഈ ദേശത്തൊറ്റ അപകടങ്ങൾ ഉണ്ടാകരുത്. സ്തോത്ര. ഞാൻ അഭിഷേകത്തോടെ കൽപ്പിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലത്തെ ഒരു അപ്പച്ചൻ സ്തോത്രം വാഹനമായിട്ട് വഴിയിലേക്ക് പോയതാ. ബൈക്ക് വന്നിടിച്ചു, തൽക്ഷണം മരിച്ചുപോയി. സ്തോത്ര. ആലലു. ഈ 8 മൈൽ പാമ്പാടി ഏറിയയിൽ അങ്ങനെ ഒരു വ്യാപാരമുണ്ട്. സ്തോത്ര. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഓടിക്കുന്നത്. സ്തോത്ര. നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോൾ സ്വർഗീയ ദൂതന്മാരെ കാവലുണ്ട്. ഒരു അപകടങ്ങൾക്കോ പതിയിരിപ്പുകളോ നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ഒരു പ്രൊട്ടക്ഷൻ ദൈവാത്മാവ് വെളിപ്പെടുത്തുക. ഭയം നിനക്കുണ്ടാകരുത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം പറയാ, അവരെ ഭയപ്പെടരുത്. സ്തോത്രം പറഞ്ഞേ. മുഖാമുഖം കണ്ടിട്ട് നീ ഭയപ്പെടത്തില്ല. സ്തോത്രം പറഞ്ഞേ. ചിലതൊക്കെ വന്നാലും ചിലതൊക്കെ കണ്ടാലും നീ ഭയപ്പെട്ടു പോകരുത്. അടുത്ത വാക്ക് ഇങ്ങനെയാ പറയുന്നത്, ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ കൊണ്ട്. സ്തോത്ര. ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയാൻ വേണ്ടിയാ ഞാൻ അഭിഷേകത്തോട് പറയുന്നത്, നിന്നെ വിടുവിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. യഹോവ ഈരയായവേ, യഹോവ ജൈരയായവേ, യഹോവ റാഫായായവേ നിന്റെ കൂടെയുണ്ട്. കൂടെ